എത്ര പരിശ്രമിച്ചിട്ടും വിജയിക്കാൻ കഴിയാതെ കണ്ണിൻ്റെ മുമ്പിൽ തല പൊക്കി നിൽക്കുന്ന വല്ലാത്ത സാഹചര്യത്തെ നോക്കി കരഞ്ഞതും മതി. ദൈവം നിന്നെ ഇന്ന് പ്രാപ്തനാക്കുകയാണ് അതിനെ മറികടക്കാൻ. കണ്ണിൻ്റെ മുമ്പിൽ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളെയും ഓർത്ത് വേദനയോടാണ് ഈ ആലോചന കേൾക്കുന്നതെങ്കിൽ അതിനെ മറികടക്കാനും ശക്തിയോടെ അതിനെ ജയിക്കാനുമുള്ള ഒരു ബലം ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരികയാണ്. ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വെറുതെ വായിക്കാനല്ല, ഇന്നും അതേ അളവിൽ ആ ദൈവശക്തി നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പിൽ ആ കൃപയെ അങ്ങോട്ട് പ്രാപിച്ച് ബലത്തോടെ മുന്നോട്ട് കയറാൻ വേണ്ടിയാണ് ദൈവവചനം നമുക്ക് വേണ്ടി ചില ചരിത്ര സംഭവങ്ങളെ എഴുതി തന്നിരിക്കുന്നത്. ഇന്നത്തെ ദൂത് കേൾക്കാൻ കാത്തിരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ കേട്ടിട്ടിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇനി ഇരുന്നു പോകത്തില്ല. സങ്കീർണമായ ചില വിഷയങ്ങളെ ഓടിത്തോപ്പിക്കുന്ന ഒരു ബലം കർത്താവ് നിങ്ങളുടെ മേൽ ഇന്ന് പകരാൻ പോവാണ്. അതുകൊണ്ട് ഒരു ദൈവശക്തിയെ ആർജിക്കാനുള്ള ഒരുക്കത്തോടെ വേണം ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ. ലോകത്തിൻ്റെ പല കോണുകളിൽ ഇന്ന് രാവിലെ ഈ ദൈവാലോചനയ്ക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയോട് ഒരുങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഏറെ സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ ദൈവവും യജമാനനും കർത്താവുമായ രക്ഷകനാം ക്രിസ്തുയേശുവിൻ്റെ ഉന്നതമായ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ജയിക്കാൻ കഴിയാത്തത് നാളുകളായി നമ്മളെ അലട്ടുന്ന ചില വല്ലാത്ത ഭാരിച്ച പ്രശ്നങ്ങളാകാം. അത് ഫിനാൻഷ്യൽ പ്രോബ്ലമോ, ജീവിതത്തിലെ ദാരിദ്ര്യമോ, തൊഴിലില്ലായ്മയോ, കുടുംബ പ്രശ്നമോ എന്തുമാകാം. ഒരു വഴിക്ക് ചില ഭൗതിക സാഹചര്യങ്ങൾ ഒരു തടസ്സമായി നിൽക്കുമ്പോൾ നമുക്ക് മുമ്പേ അതിങ്ങനെ നമ്മളെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലരുടെ ലൈഫിൽ ഇതെല്ലാം ഓക്കെ ആണെങ്കിലും അവർ തോറ്റുപോകുന്നത് തങ്ങളുടെ ജീവിതത്തിലെ പ്രലോഭനകരമായ പാപത്തിൻ്റെ മേലാണ്. എത്ര കണ്ട് ജയിക്കാൻ നോക്കിയാലും ദൈവം പകർന്നു തന്നിരിക്കുന്ന നീതിബോധം അതിൻ്റെ യാഥാർത്ഥ രുചിയിൽ അനുഭവിക്കാൻ കഴിയാതെ കുറ്റബോധം കൊണ്ട് മനസ്സിനെ തകർത്ത് തരിപ്പണമാക്കി നീ ഇന്നും അതിൽ വീണുപോയവനല്ലേടാ, നീ ഇന്നും അതിൽ വീണു പോയില്ലേ എന്ന് ചോദിച്ച ഒരു ഗിൽറ്റി ഫീലിംഗ് എപ്പോഴും ഉള്ളിലിട്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പാപ പ്രലോഭനങ്ങളുടെ പതനത്തിൽ ഏർപ്പെട്ടതിനാൽ അനുദിനം ജീവിതത്തിൽ ഇങ്ങനെ കുറ്റബോധവും പാപബോധവും നിരാശയുമെല്ലാം അനുഭവിച്ച് നിൽക്കുന്ന പലരെയും വീഴ്ചകളിൽ നിന്ന് കരുത്തോടെ ഒരു വലിയ വിശുദ്ധിയുടെ ജയത്തിലേക്ക് കൂടെ എഴുന്നേൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നാം ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവസ്വരം അസാധാരണമായതാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള വേദഭാഗങ്ങളാണ് ഈ ദൈവാലോചനയുടെ ഇതിവൃത്തമായി പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. മഴയ്ക്ക് വേണ്ടി ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു. 7-ാം തവണ മഴമേഘം കാണുവാനായി തൻ്റെ ബാല്യക്കാരനെ പറഞ്ഞയച്ചു. അയാൾ വന്ന് പറഞ്ഞൊരു കൈപ്പത്തിയുടെ വലിപ്പത്തിൽ മഴമേഘം വരുന്നുണ്ട്. ഉടനെ പറഞ്ഞു, നീ ചെന്ന് നമ്മുടെ രാജാവായ ആഹാബിനോട് പറയുക, അങ്ങ് വേഗം ആഹാരത്തിനായി പോയിക്കൊള്ളുക, വലിയ കനത്ത മഴ തന്നെ പെയ്യും. അങ്ങനെ കനത്ത മഴ പെയ്യവേ ആഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ രഥം പൂട്ടി അതിവേഗത്തിൽ പാഞ്ഞു പോകുമ്പോൾ ഏലിയാവ് എന്ന ദൈവദാസൻ യഹോവയുടെ കൈ തൻ്റെ മേൽ വന്ന യഹോവയുടെ കൈയുടെ ബലത്തിൽ കുതിരകൾ കെട്ടിവലിക്കുന്ന രഥത്തേക്കാൾ വേഗതയിൽ ഓടി എന്ന് ദൈവവചനം പറയുന്നു. ഒന്നുകൂടെ പറയാം, കുതിരകൾ വലിക്കുന്ന ആഹാബ് എന്ന രാജാവിൻ്റെ രാജകീയ രഥത്തെക്കാളും വേഗതയിൽ ഈ ദൈവദാസനായ ഏലിയ തൻ്റെ മേൽ വന്ന യഹോവയുടെ കൈയുടെ ബലം നിമിത്തം ഓടി. ഈ സംഭവം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു മൃഗത്തെക്കാൾ ഒരു മനുഷ്യന് ബലം പകരാൻ ദൈവത്തിനാകുമെന്നുള്ള ഒന്നാമത്തെ തെളിവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഇനി പറയുന്ന കാര്യം. വേദപുസ്തകത്തിൽ മൃഗങ്ങൾ എന്ന് പറയുന്നത് നന്മയുടെയും തിന്മയുടെയും അടയാളമായി വിവിധ സാഹചര്യങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആഹാബ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ രഥത്തെ വലിക്കുന്ന ഈ കുതിരകളെയാണ് ഏലിയ പ്രവാചകൻ ഓടിത്തോൽപ്പിക്കുന്നത്. ഈ കുതിരകൾ, ഈ മൃഗങ്ങൾ സത്യത്തിൽ
ഒരു അന്ധകാര ലോക നിയന്ത്രണത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ടാണ് നമുക്ക് വേദപുസ്തക പഠനത്തിൽ കാണാൻ കഴിയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യേശു ആ ദിനങ്ങളിൽ ഉപവസിച്ചപ്പോൾ അവിടുന്ന് കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്ന് മർക്കോസ് അടയാളപ്പെടുത്തിയിരിക്കുന്നു. കാട്ടുമൃഗങ്ങളോടുകൂടെ. കാട്ടുമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ആനിമൽ അല്ല. കാട്ടുമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ബൈബിൾ കൊടുത്തിരിക്കുന്ന മീനിങ് വെറും കുറേ ജന്തുക്കളുടെ കൂടെ യേശു ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. കാട്ടുമൃഗങ്ങൾ എന്ന് പറയുന്നത് ലോകം ഭരിക്കുന്ന സാത്താന്യ ഭരണ വ്യവസ്ഥയെ കുറിക്കുവാൻ ബൈബിൾ എടുത്തിരിക്കുന്ന ഒരു ആലങ്കാരിക പദപ്രയോഗമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ കടലിൽ നിന്നൊക്കെ കയറി വരുന്ന വിചിത്ര രൂപങ്ങളുള്ള മൃഗങ്ങളുടെ സമാന അർത്ഥത്തിലാണ് ഈ കാട്ടുമൃഗങ്ങളുടെ കൂടെ യേശു ഉപവസിക്കുന്ന സമയത്ത് അവൻ കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു എന്നുള്ളതായ വചനത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നത്. ചുരുക്കത്തിൽ, ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര ലോകത്തിൻ്റെ മേധാവിത്വത്തെയും നിയന്ത്രണത്തെയും വിശുദ്ധിയുടെ ഭരണവ്യവസ്ഥ ഭൂമിയിൽ അനുവദിക്കാതെ എല്ലാവിധ പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും ഭരണവ്യവസ്ഥ ഇവിടെ നിലനിൽക്കണമെന്നുള്ളതായ സാത്താന്യ നിഗൂഢ ഉദ്ദേശത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അധികാര മണ്ഡലങ്ങളാണ് ഈ പറയപ്പെടുന്ന മൃഗങ്ങളെന്ന് പറയുന്നത്. ഇവിടെ ആഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ രഥം വലിക്കുന്ന, ആഹാബ് എന്ന രാജാവിൻ്റെ രഥം വലിക്കുന്ന കുതിരകളും ഈ ഒരു അർത്ഥതലത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിലെ ഇസ്രയേലിൻ്റെ 2 ഭരണാധികാരികളായിരുന്ന ഈ ആഹാബും ഇസബേലും ദൈവത്തിൻ്റെ മഹിമയെ പരസ്യമായി നിന്ദിക്കുകയും എല്ലാവിധ വിഗ്രഹാരാധനകൾ കൊണ്ടും മ്ലേച്ഛതകൾ കൊണ്ടും ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ്റെ മഹത്വത്തെ അപകീർത്തിപ്പെടുത്താൻ വ്യഗ്രത പുലർത്തിയവരുമായിരുന്നു. ദൈവത്തിനായി നിലനിൽക്കുന്ന വിശുദ്ധരെ കൊന്നൊടുക്കുന്നതിൽ അവർക്ക് ഭയങ്കര ക്രേസായിരുന്നു. ചുരുക്കത്തിൽ, അങ്ങനെയുള്ള ഒരു സാത്താനാൽ നയിക്കപ്പെടുന്ന ദൈവാരാധനയിൽ നിന്നും വീണുപോയ കർത്താവിന് വിപരീതമായ നിലയിൽ നിലകൊള്ളുന്ന ഈ ഭരണാധികാരികളുടെ രഥം വലിക്കുന്ന മൃഗങ്ങൾ ചുരുക്കത്തിൽ ആ കാലഘട്ടത്തിൻ്റെ പൈശാചിക നിയന്ത്രണങ്ങളുടെ അടയാളമാണ്. ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ പറയപ്പെടുന്ന സാത്താന്യ നിയന്ത്രണങ്ങളായിരിക്കുന്നതിൻ്റെ മുമ്പേ ഏലിയാവ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഓടി എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതലിനെ ദൈവം എന്നും നിലനിർത്തുന്നത് സാത്താൻ്റെ അധികാരങ്ങളുടെ പുറകിലല്ല, അതിനെ അതിജീവിക്കുന്ന ഒരു പദവിയിലാണ് എന്ന് ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഈ ദിനങ്ങളിൽ മുന്നോട്ട് കയറാൻ പോകുന്നത് ദുഷ്ടമണ്ഡലങ്ങൾക്ക് മുമ്പെയാണ്. ഒരു ദുഷ്ടനും നിങ്ങളെ തോൽപ്പിക്കാതെ വണ്ണം സകലതിനെയും അതിജീവിച്ച് ഓവർടേക്ക് ചെയ്ത് കയറുന്ന നിലയിൽ ഒരു കൃപ നിങ്ങളുടെ മേൽ പകരപ്പെടുകയാണ്. ഓവർടേക്കിംഗ് ഗ്രേസ് ദൈവം നിങ്ങളുടെ മേൽ ഇന്ന് പകൽ ഇടുകയാണ്. നിന്റെ കൺമുമ്പിൽ നിൽക്കുന്ന ഏത് സാഹചര്യത്തെയും അതിന് ചുക്കാൻ പിടിക്കുന്ന ഏത് അന്ധകാര വ്യവസ്ഥിതിയെയും അതിജീവിച്ച് മുന്നോട്ട് കയറുന്ന ഒരു കൃപ നിങ്ങളുടെ മേൽ പകരുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇത് നിന്റെ വിജയത്തിന്റെ കയറ്റം ദൈവം നൽകുന്ന, നിനക്ക് ദൈവം ഒരു പ്രൊമോഷൻ നൽകുന്ന, പിൻനിരയിൽ നിന്ന് ദൈവം നിന്നെ മുന്നോട്ടേക്ക് കയറ്റുന്ന ഒരത്ഭുതത്തിന്റെ സമയമാണ്. അതെ, നീ പാർക്കുന്ന ദേശത്ത് വാഴുന്ന ഇരുട്ടിന്റെ മേൽ ദൈവം നിന്നെ ഒരു അധിപതിയാക്കി തീർക്കുകയാണ്. ദൈവം അതിനി നിന്നെ മേൽ തൊടാൻ കഴിയാതെ വണ്ണം ദൈവരാജ്യത്തിന്റെ പരമാധികാരത്തോടെ കർത്താവ് നിന്നെ കരുത്തോടുകൂടെ നിർത്തുന്ന, യഹോവയുടെ കൈയുടെ ബലത്തിൽ ദൈവം നിന്നെ മുന്നോട്ടേക്ക് കയറ്റുന്ന ഒരു അതിശയത്തിന്റെ സമയമാണ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടെ ദൈവം അനേകരെ പല രഥങ്ങൾക്ക് മുമ്പേ കയറ്റാൻ പോവുകയാണ്. പല മൃഗശക്തികൾക്ക് മുൻപേ തൻ്റെ ദാസന്മാരെ കർത്താവ് ഈ ദിവസങ്ങളിൽ മുന്നേറാൻ പ്രാപ്തരാക്കി തീർക്കുകയാണ്. പല ദുഷ്ടലാഖകളെയും ഇരുളിൻ്റെ മണ്ഡലങ്ങളെയും നിങ്ങൾ ജയിച്ച് കയറുന്ന ഒരു വെളിച്ചത്തിൻ്റെ വാഴ്ചയുടെ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ അടയാളപ്പെടുത്തുകയാണ്. രഥങ്ങളെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വാഹനത്തെ ജയിക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം. ഒരു നാടിൻ്റെ മേലുള്ള, ഒരു ദേശത്തിൻ്റെ മേൽ, ഒരു രാജ്യത്തിൻ്റെ മേലുള്ള സാധാന്യമായ ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് പിടിക്കാൻ കഴിയാത്ത നിലയിൽ അതിൻ്റെ സ്വാധീനങ്ങൾക്ക് അപ്പുറത്തേക്ക് ആത്മശക്തിയാൽ നിങ്ങൾ മുന്നേറ്റം നടത്തുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പാർക്കുന്ന ഇടം നിന്റെ ആത്മീക അധികാരത്തിൻ്റെ കീഴിലേക്ക് ഈ ദിവസങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തിൻ്റെ മേൽ ദൈവിക അധികാരത്താൽ നിങ്ങൾക്കൊരു ഭരണം നടത്തേണ്ടതായിട്ടുണ്ട്. ഒതുങ്ങിക്കൂടി കഴിഞ്ഞു പോകുന്ന
തലയ്ക്ക് മീതെ 100 പ്രശ്നങ്ങൾ എഴുന്നേൽക്കാനും ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരടി പോലും മുന്നോട്ട് കയറാൻ കഴിയാതെ മാർഗതടസ്സം സൃഷ്ടിക്കുന്ന 100 കണക്കിന് ഇരുട്ടിൻ്റെ പദ്ധതികളും നിരന്നു നിൽക്കാനും ഇനി നീ അനുവദിക്കരുത്. നീ ആയിരിക്കുന്ന ഈ പിന്നാമ്പുറങ്ങളിൽ നിന്ന്, ജീവിതത്തിൻ്റെ ഒതുങ്ങിയ ഇടങ്ങളിൽ നിന്ന് യഹോവയുടെ കൈയുടെ ഒരു ബലം ഇന്ന് പകൽ കർത്താവ് നിന്റെ മേൽ അയക്കുകയാണ്. ഇനി ഒരു ഓട്ടത്തിൻ്റെ സമയമാണ്. ഓടാൻ തയ്യാറായിക്കൂ. പൗലോസിനെ പോലെ നിനക്കും പറയാൻ കഴിയട്ടെ, ദൈവ പൈതലേ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇന്ന് രാവിലെ ഈ ദൈവിക ദൂത് കേൾക്കുന്ന അനേകരോട് ഞാൻ പറയുന്നു, ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ഓട്ടം നീ സ്ഥിരതയോടെ ഓടണമെങ്കിൽ, നീ അവിടെ വിജയിക്കണമെങ്കിൽ, നീ മറികടക്കേണ്ടതായ ചില രഥശക്തികളുണ്ട്, നീ മറികടക്കേണ്ടതായ ചില കുതിരവീര്യങ്ങളുണ്ട്. അശ്വബലങ്ങളെ അതിജീവിക്കുന്നൊരു ദൈവിക കൃപ നിന്റെ മേൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പകരുകയാണ്. അന്ധകാര മേൽക്കോയ്മയുടെ ഭരണമണ്ഡലങ്ങളെ ദൈവരാജ്യത്തിൻ്റെ പരമാധികാരത്തോടുകൂടെ കീഴ്മേൽ മറിച്ച് അതിന് പിടിക്കാൻ കഴിയാത്ത നിലയിൽ നിന്റെ ഓട്ടം നീ മുന്നോട്ടേക്ക് വേഗതയിലാക്കണം. നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൈ ഇന്ന് തലോടിക്കൊണ്ടിരിക്കാനല്ല വന്നിരിക്കുന്നത്, നിന്നെ കരുത്തോടെ അതിൻ്റെ മീതെ പ്രാപ്തനാക്കി തീർക്കുന്ന ഒരു കൃപ നിന്നിൽ, ബലം നിന്നിൽ പകരേണ്ടതിന് വേണ്ടിയാണ് ഇന്ന് ഈ ദൈവകരം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നത്. യഹോവയുടെ കൈ നിന്റെ മേൽ വന്നാൽ നീ അടങ്ങിയിരിക്കരുത്. ഒന്നെങ്കിൽ നീ ഓടി തോൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു രഥങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക. നീ ഓടി തോൽപ്പിക്കേണ്ട ചില രാജശക്തികളുണ്ടെന്ന് തിരിച്ചറിയുക. നീ ഓടി തോൽപ്പിക്കേണ്ട ചില അന്ധകാര മണ്ഡലങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയുക. മറുഭാഗത്ത് മറ്റു ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൈ നിന്റെ മേൽ വരുമ്പോൾ നീ എടുത്തുയർത്തപ്പെടുന്നതിൽ ദൈവ മഹത്വത്തിൻ്റെ മേഖലകളുണ്ടെന്നുള്ള കാര്യം അറിയുക. മറ്റു ചില അവസരങ്ങളിൽ യഹോവയുടെ കൈ നിന്റെ മേൽ വരുമ്പോൾ നീ കടന്നു ചെല്ലേണ്ട ചില ജീവൻ പകരേണ്ട അസ്ഥി താഴ്വരകളുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയുക. നിസ്സാരമല്ല ഇന്ന് കേൾക്കുന്ന ദൈവാലോചന. ഇന്നത്തെ ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനാൽ വലിയ ശക്തി പ്രാപിച്ച് ചില മണ്ഡലങ്ങളിൽ ജയം പ്രാപിക്കാൻ പോകുന്നതിൽ ദൈവമക്കളെ നോക്കിക്കൊണ്ടാണ് ആത്മാവ് ഇന്നത്തെ പ്രവചന ദൂത് പറയുന്നത്. ചില രോഗശക്തികളെ ചിലർ ജയിക്കാൻ പോകുകയാണ്, ചില കലഹങ്ങളെ ചിലർ ജയിക്കാൻ പോകുകയാണ്, ചില പാപത്തിൻ്റെ വെല്ലുവിളികളെ ചിലർ ജയിക്കാൻ പോകുകയാണ്. ജയിക്കാനാവാതെ ചില ജഡീക മണ്ഡലങ്ങളുടെ മേൽ ചിലർ ആത്മാവിൻ്റെ കരുത്തിനാൽ ഇന്നു മുതൽ നീതിയുടെ വാഴ്ച നടത്താൻ പോകുകയാണ്. നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായി പരിശുദ്ധാത്മാവിന് സമർപ്പണം ചെയ്യപ്പെടുന്ന നിലയിൽ അസാധാരണമായ പുതിയ നിയമത്തിന്റെ ഉയർത്തെഴുന്നേറ്റ ദൈവശക്തി, ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവശക്തി നിങ്ങളുടെ മേൽ ഇന്ന് പകൽ ഇറങ്ങുന്നത് നിങ്ങൾ അറിയാൻ പോകുകയാണ്. ഇനി നീ പുറകിൽ തോറ്റുകിടക്കുന്നവർ ഗണത്തിലല്ല എന്നും, കരുത്തോടുകൂടെ ഓടി കയറുന്ന, കാതങ്ങൾ പലതും നേടുന്ന ഒരു പുതിയ ദൈവിക അഭിഷേകത്തിന്റെ ബലത്തിലാണ് ഇന്നു മുതൽ ദൈവം നിന്നെ ആക്കാൻ പോകുന്നതെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ശക്തമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പിതാവേ അങ്ങേക്ക് ആരാധന. അപ്പാ, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ ജയിക്കാനുള്ള അമിതമായ ബലം അങ്ങയുടെ കൈ ഞങ്ങൾക്കിന്ന് നൽകുന്നു. എൻ്റെ ശക്തി എൻ്റെ കാലുകളിലോ ഞാൻ കഴിക്കുന്ന ആഹാരത്തിലോ അല്ല, എൻ്റെ കൈകളിലോ എൻ്റെ മാനസിക ഊർജത്തിലോ അല്ല. എൻ്റെ ബലം ക്രിസ്തു യേശുവാണ്. പരിശുദ്ധാത്മാവിനാലാണ് ഇന്ന് ഞങ്ങൾ കരുത്തരായിരിക്കുന്നത്. പിതാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തി ഞങ്ങൾക്ക് മുമ്പിലുള്ള പല മേഖലകളെയും എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിക്കവേ അതിനെ ചാടിക്കടക്കാൻ, ഓടിത്തോൽപ്പിക്കാൻ കരുത്തും കൃപയും പകരുന്നതിനായി സ്തോത്രം. വിശാലമായ ഒരു ദൈവശക്തിയുടെ മേഖല ഇന്ന് ദൈവാത്മാവ് ഞങ്ങളുടെ മേൽ അനുവദിച്ചു തരുന്നല്ലോ. അശക്തരാണ് ഞാൻ, ബലഹീനനാണ് ഞാൻ, എനിക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ കുറച്ച് മനുഷ്യരെ അവിടുത്തെ കരുത്തുകൊണ്ട് നിറച്ച് അവിടുത്തെ ആത്മാവിനാൽ അവരെ ബലപ്പെടുത്തി ഉരുക്കും മനുഷ്യരെ പോലെ അവരെ ആക്കി തീർത്ത് ആത്മാവിൻ്റെ ശക്തിയിൽ ഇന്നവരെ അതിവേഗതയിൽ ചലിക്കുമാറാക്കുന്നതിനായി സ്തോത്രം. ഓ റാവ സകഥാ ലകൽകനേദിയ
വൻ മതിലുകൾ ചാടിക്കടക്കുന്ന, കുതിര ബലങ്ങളെ ഓടിത്തോപ്പിക്കുന്ന, ഭൗമശക്തികൾക്ക് മീതെ കാലുറപ്പിച്ച് തിരമാലകളുടെ മീതെ യേശു നടന്നതുപോലെ ഇന്നും നടക്കുന്ന, കടലുകളെ പിളർന്നുണങ്ങിയ നിലം കണ്ടതിലൂടെ ധൈര്യത്തോടെ യാത്ര ചെയ്ത ഇസ്രായേലിനെ പോലെയും അങ്ങയുടെ മക്കൾ ഇവരുടെ കണ്ണിന് മുമ്പിൽ ഒരു പ്രകൃതിയാതീതമായി ഇതെങ്ങനെയെന്ന് ചോദിക്കുന്ന നിലയിലുള്ള വൻ അത്ഭുതങ്ങളിൽ യാത്ര ചെയ്യുന്നതിനായി സ്തോത്രം. ഇവർക്ക് മുമ്പിൽ ഇറങ്ങി വന്നു നിന്ന് ഇവരുടെ ജീവിത സാഹചര്യത്തെ മാറ്റിമറിക്കുന്നൊരു ദൈവപ്രവൃത്തി ഇന്ന് ദൈവാത്മാവ് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നല്ലോ. കർത്താവേ, ചില മാരകമായ രോഗങ്ങൾ, അതിൻ്റെ വിധികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ചില ശരീരങ്ങളിൽ നിന്ന് പിന്നിലേക്ക് മാറിപ്പോയി ഇവരതിനെ തോൽപ്പിക്കുന്നൊരു ദിവസമായി തീരുന്നല്ലോ. ഇത്രയും ദിനങ്ങൾ മുൻപിൽ ഹല്ലേലൂയ സങ്കടവും പ്രയാസകരവുമായി നിലനിന്നിരുന്ന ചില രോഗബന്ധനങ്ങൾ ഞങ്ങൾ എങ്ങനെ ഇതിനെ ജയിക്കും, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി എന്തായി തീരും എന്ന് ചോദിച്ചുകൊണ്ട് ജയിപ്പാൻ കഴിയാത്ത മാരകമായ ചില രോഗങ്ങളുടെ സങ്കീർണ അവസ്ഥകളെ നേരിട്ട് വലിയ വിഷമത്തോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചില കുടുംബങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദുഷ്ടശക്തികളെ ജയിച്ചുകൊണ്ട് മുന്നോട്ട് കയറാനുള്ള ഒരു കൃപ കൊടുത്ത് നിന്റെ മക്കൾക്ക് ജയം അനുവദിച്ചിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന രോഗത്തെ കീഴ്പ്പെടുത്തി ആത്മാവിൽ മുന്നോട്ട് കയറാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് ശക്തി തരികയാണ്. ഇനി അതിനെ ഓർത്ത് പരിഭ്രമിക്കേണ്ടതായിട്ടില്ല എന്ന്, ഇനി അതിൻ്റെ മേൽ നിങ്ങൾ ഭാരം അനുഭവിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇപ്പോൾ തന്നെ ഈ തലയുടെ പിൻഭാഗത്ത് മിന്നൽ പോലെ വേദന ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുന്ന, ഇവിടെ വല്ലാതെ വേദന അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ശരീരത്തിൻ്റെ മേലൊരു വലിയ ദൈവിക രോഗശാന്തിയുടെ കരം നീട്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ചെയ്തിറങ്ങുന്നൊരു പെയിൻ ദൈവത്തിൻ്റെ ആത്മാവ് സൗഖ്യമാക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെ ഓടിത്തോപ്പിക്കുന്നൊരു ദൈവിക ബലം, ഇന്ന് അതിനെ അതിജീവിക്കുന്നൊരു ദൈവിക ബലം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നു. മരണം കാത്ത് കിടക്കുന്ന ചില രോഗാവസ്ഥയുടെ നടുവിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുന്ന ചില വിധിയെഴുത്തുകളെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ പകൽ ജയിച്ചു കയറാനുള്ളൊരു കൃപ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നൽകുകയാണ്. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ഈ നിമിഷം തന്നെ മരണമല്ല, നിന്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള നല്ല കാലങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ തുറക്കപ്പെടുമാറ് ആത്മാവിൽ അതിൻ്റെ മേൽ ജയത്തെ കൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു ജീസസ്. കർത്താവേ ഹല്ലേലൂയ. ചില ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഇവരുടെ ശരീരത്തിൽ കയറി ബാധിക്കപ്പെട്ടതിനെ തുടർന്ന് നഷ്ടപ്പെട്ടു പോകുമല്ലോ എൻ്റെ ജീവിതം, ഞാൻ ഇങ്ങനെ അവസാനിക്കുമല്ലോ എന്നുള്ള ഇവരുടെ ചിന്തയെ എൻ്റെ കർത്താവ് എന്നേക്കുമായി പരിഹരിച്ച് എൻ്റെ മക്കളുടെ മേൽ ജീവന്റെ സമൃദ്ധിയെയും വ്യാപാരത്തെയും അയച്ച് ഇവരെ ആത്മാവിൽ കരുത്തോടെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഈ മരണത്തിന് കാരണമായിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജീവന്റെ ശക്തിക്ക് വഴിമാറുന്നതിനായി സ്തോത്രം. അതേ കർത്താവെ, ജീവന്റെ ആത്മാവിന്റെ പുതുക്കത്തിൽ ഈ സാഹചര്യങ്ങളെ അങ്ങയുടെ മക്കൾ ഇന്ന് അതിജീവിക്കുന്ന കൃപ വെളിപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കൃപയെ ഞങ്ങൾ പ്രാപിക്കുന്നു. ദൈവം താൻ അത്ഭുതം ചെയ്തിരിക്കുകയായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കടുത്ത സാമ്പത്തിക ബാധ്യതകൾ, വലിയ ഭീമാകാരമായ ചില ചലഞ്ചുകൾ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ കൺമുമ്പിൽ നിന്ന് ഉരുക്കിക്കളയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഭീമാകാരമായ മലകൾ ഉരുകി 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 മഞ്ഞുമലകൾ ഉരുകി മാറുന്നത് പോലെ ഇവരുടെ കണ്ണിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ചില ഭീമാകാരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയാത്ത നിലയിൽ, അപ്പുറം എന്തെന്ന് കാണാൻ കഴിയാത്ത നിലയിൽ ഇവരുടെ മുന്നോട്ടുള്ള ഭാവിയെ തന്നെ അടച്ച് അവശമാക്കി ഇവരുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കി ജീവിക്കാനും മരിക്കാനും കഴിയാത്തൊരവസ്ഥയിൽ ഇവരുടെ മനസ്സിനെ താളം തെറ്റിച്ച് തകർത്തിട്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മറുപുറം എന്തെന്നുള്ളത് വെളിപ്പെട്ടു വരുമാറ്, ഇതിന് അപ്പുറത്തുള്ളത് ദൈവമൊരുക്കുന്ന വിശാലത ഏതെന്നുള്ളത് കണ്ണു തുറന്ന് കാണത്തക്ക നിലയിൽ ഇവരുടെ മുൻപിലെ ആ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നസ്രനായ ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരുടെ ജീവിത മുന്നേറ്റത്തിന് വിപരീതമായി ഉയർന്നു നിൽക്കുന്ന സകലവിധമായ കടുത്ത സാമ്പത്തിക വെല്ലുവിളി
വെല്ലുവിളികളെയും ചില ജപ്തി ഭീഷണികളെയും ചില മാനുഷിക എതിരുകളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിജീവിച്ച് മറുകര കയറുന്ന ഒരു വലിയ ദൈവിക ബലം ഇന്ന് ഇവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചില ജോലി സംബന്ധമായ വിഷയങ്ങളിൽ മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ട് യാതൊരു വിധത്തിലും ഇരിപ്പിടം എനിക്ക് ലഭിക്കത്തില്ല, ഞാൻ ഇനി ഇവിടെ തുടരുകയില്ല, ഇങ്ങനെ മനസ്സ് പലതവണ പറഞ്ഞിട്ടും ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ ഒരു പ്രവൃത്തിക്ക്, വാക്കിന് വേണ്ടി, ആലോചനയ്ക്ക് വേണ്ടി, ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ആലോചനയുടെയും പ്രവൃത്തിയുടെയും വെളിപ്പെടൽ കാണുവാൻ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മുൻപിൽ ഹല്ലേലൂയ മതിലുകളെ ഇടിച്ചു കളഞ്ഞ്, വാതിലുകളെ തകർത്തു കളഞ്ഞ്, ഹല്ലേലൂയ ശത്രുവിൻ്റെ കോട്ടകളെ പൊളിച്ചു കളഞ്ഞ് അങ്ങയുടെ മക്കളുടെ മുമ്പിൽ ദൈവം തുറന്നിരിക്കുന്ന ചില സുവർണ കവാടങ്ങൾ ഓപ്പണായി വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവരുടെ കണ്ണിന് മുൻപിൽ അടഞ്ഞു കിടക്കുന്നതായ ചില നന്മയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഭൗതിക സാഹചര്യത്തിന്റെ ശൂന്യതകളെ ഇന്ന് പകൽ ഓടിത്തോപ്പിക്കുന്നൊരു ബലം ഇവരുടെ മേൽ പകർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ അങ്ങത് ചെയ്യുന്നതിനായി സ്തോത്രം. നാളുകൾ കൊണ്ട് ആത്മീക ജീവിതത്തിൽ ഉയർന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും പലപ്പോഴും ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന, ആത്മീക സന്തോഷങ്ങളെ കെടുത്തിക്കളയുന്ന പാപത്തിന്റെ ശക്തമേറിയ പോരാട്ടങ്ങൾ പലകുറി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ഇവരുടെ അവയവങ്ങളിൽ കടിച്ചു പിടിച്ച് നിൽക്കുന്ന, ഇവരുടെ ശരീരങ്ങളെ കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുന്ന, യാതൊരു വിധത്തിലും ദൈവിക നീതിയിൽ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ ഇവരുടെ മനസ്സിനകത്തെ വീഴ്ചകളുടെ ആധിക്യം നിമിത്തം, ഇവരുടെ ജീവിതത്തിന്റെ പതനങ്ങളുടെ ആധിക്യം നിമിത്തം കർത്താവെ ഒരു വിശുദ്ധ ജീവിതം എനിക്ക് അപ്രാപ്യമാണെന്നുള്ളതായ ചിന്ത ഇവരിൽ വിതച്ചുകൊണ്ട് കർത്താവെ അനേകരുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പാപത്തിന്റെ എല്ലാ വഷളത്വം നിറഞ്ഞതായ പ്രവണതകളെയും ജയിക്കാൻ പറ്റാത്തതായ എല്ലാവിധമായ ചപല വികാരങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓവർകം ചെയ്യാൻ, അതിനെ ജയിച്ച് കയറാനുള്ള ഒരു പുതിയ കൃപാശക്തി ഇന്ന് ഇവരുടെ മാനുഷിക പ്രാപ്തിക്കപ്പുറത്ത് പരിശുദ്ധാത്മാവിനാൽ ദൈവം അങ്ങയുടെ മക്കളുടെ മേൽ ഒരുക്കി കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇവർ ആഗ്രഹിക്കുന്ന നിലവാരം പ്രാപിപ്പാൻ ഇവരെ ആത്മാവിൽ കരുത്തരാക്കുന്ന ആ ദൈവ കൃപയുടെ വിസ്ഫോടനാത്മകമായ ശക്തി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. ഇവരുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കരുത്തുള്ളതായ നിവാസമായി മാറട്ടെ. ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധി വെളിപ്പെടട്ടെ. കേവല സാന്നിധ്യങ്ങൾക്കപ്പുറത്ത് ആത്മാവിന്റെ സമൃദ്ധിയുള്ളൊരു വ്യക്തിയായി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരുടെ അവസ്ഥകളെ ദൈവം മാറ്റുന്നല്ലോ, ഇവർ ആള് മാറിയവരായി തീരുന്നല്ലോ, ഇവരുടെ നിലവാരങ്ങളെ ദൈവം മാറ്റുന്നല്ലോ. കർത്താവെ, നീ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ആയിത്തീരണമെന്നുള്ള ഇവരുടെ മനസ്സിന്റെ നിലവിളിയെ ദൈവം പരിപൂർണതയിൽ യഥാസ്ഥാപനപ്പെടുത്തി കൊടുക്കുന്ന കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ആ നിലയിൽ ഇവർക്ക് ജയിക്കാൻ കഴിയാതെ ഇവരെക്കാൾ കരുത്തോടുകൂടെ ഇവരുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിലയിലുള്ള വൈകാരിക തൃഷ്ണകളെയും ആത്മാവിൽ ജയിച്ചു കയറുന്ന ഒരു വലിയ ദൈവിക കൃപ ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേൽ സ്വർഗം നേരിട്ട് തുറന്ന് അനുവദിച്ചിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, അതിന്റെ പ്രലോഭനത്തിൽ നിന്ന്, അതിന്റെ ബന്ധനത്തിൽ നിന്ന്, അതിന്റെ വിളികളിൽ നിന്ന്, അതിന്റെ സാഹചര്യങ്ങളിൽ നിന്ന്, അതിന്റെ എല്ലാ രീതിയിലും ഇവരെ തകർക്കുവാനുള്ള നിഗൂഢ പദ്ധതികളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന വിശുദ്ധിയിൽ നിലനിൽക്കുവാനുള്ള ആഴമേറിയ ഒരു ബന്ധം ഇന്ന് പകൽ നൽകി അങ്ങയുടെ മക്കളെ ആദരിച്ച് ഉയർത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. കുറെ ദിനങ്ങളായി ജീവിതത്തിൽ തുടരുന്ന ചില ദാരിദ്ര്യങ്ങളും ഇല്ലായ്മകളെയും നോക്കിക്കൊണ്ട് ഇതൊരു അവസ്ഥയ്ക്കൊരു മാറ്റം വരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു നിലവിളിച്ചുകൊണ്ട് ഒരു ദൈവിക വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഈ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് ദൈവം ഒരുക്കുന്ന ചില സന്തോഷങ്ങൾ പ്രാപിക്കേണ്ടതിന് ഇവരെ ആത്മാവിൽ കരുത്തുള്ളവരാക്കി ഈ ജീവിതാവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ പരിശുദ്ധാത്മാവിന്റെ കൈകളിൽ ഇവരെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയാണ്. കൈകൾ ശൂന്യമായിരിക്കുമ്പോൾ, അക്കൗണ്ടുകൾ ശൂന്യമായിരിക്കുമ്പോൾ, നയാ പൈസ കയ്യിലെടുക്കാനില്ലെന്നുള്ള സാഹചര്യത്തിൽ ഇവരായിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ ഒരു വലിയ അത്ഭുതം യേശുവിന്റെ നാമത്തിൽ ഇവർക്കായി വെളിപ്പെട്ടു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ദൈവം അത് ചെയ്ത് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഈ സാഹചര്യത്തിന് അതീതമായ ചില അനുഗ്രഹങ്ങളെ തുറന്നു കൊടുക്കുന്നതിനായി നന്ദിയോടെ 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 സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാ
ഒരുക്കങ്ങളും പൂർത്തിയായി. എന്നാൽ ഒരു യാത്ര മാത്രം സാധ്യമാകുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കകത്ത് ഡോക്യുമെന്റുകളെല്ലാം സബ്മിറ്റ് ചെയ്തു, എന്നാൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നില്ല. ഈ നിലയിൽ യാത്രകൾ അടയപ്പെട്ടതായി, മുന്നോട്ടുള്ളതായി പുരോഗതികൾ ബന്ധിക്കപ്പെട്ട രീതിയിൽ ഒരു നിമിഷം പോലും മുന്നോട്ടേക്ക് കയറാൻ കഴിയാതെ, അല്പം പോലും ഇവർ നന്മ പ്രാപിപ്പാൻ ഇവർക്ക് കയറി ചെല്ലാൻ കഴിയാതെ വണ്ണം ഇവരെ തടുത്തു നിർത്തുന്ന ചില അദൃശ്യ കരങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഇവരുടെ മേൽ ഇറങ്ങുന്ന യഹോവയുടെ കൈയുടെ ശക്തിയാൽ അത് തച്ചുടയ്ക്കപ്പെടുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. വിശാലമായത് മുന്നേറ്റം കൽപ്പിക്കപ്പെടുന്നതുമായ ഒരു അത്ഭുത വിടുതൽ കൊടുത്തു നിന്റെ മക്കളെ നീ മാനിച്ചുയർത്തുന്നതിനായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അതേ കർത്താവേ, മറികടക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽ ഇവർക്ക് ദൈവം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടൻ ഉയർത്തിയ മതിലുകളെക്കാൾ ദൈവം പകർന്ന ശക്തി വലുതാണ്. ഹല്ലേലൂയ. ദുഷ്ടന്റെ വെല്ലുവിളികളെക്കാൾ പാഞ്ഞു ചെല്ലുവാൻ പ്രാപ്തി നൽകുന്ന കർത്താവിൻ്റെ കൃപ വളരെ വലുതാണ്. എതിർക്കുന്ന ശത്രുവിനേക്കാൾ അനുകൂലമായി നിൽക്കുന്ന ദൈവത്തിന്റെ കൃപ ഏറ്റവും ഉന്നതമാണ്. ഇന്ന് പകൽ ദുഷ്ടന്റെ കയ്യിലിരിക്കുന്ന എല്ലാ തന്ത്രങ്ങളെക്കാളും ദൈവം പകർന്നിരിക്കുന്ന പോരിന്റെ ആയുധങ്ങൾ ബലമുള്ളതാണ്. ഹല്ലേലൂയ. അത് കോട്ടകളെ ഇടിപ്പാൻ ആത്മാവിൽ ശക്തിയുള്ളതാണ്. ആ ബലത്തിൽ നിന്റെ മക്കൾ ഇന്ന് പകൽ ഒരു വാഴ്ച തന്നെ, ഒരു പോരാട്ടം തന്നെ കഴിക്കുന്നതിനായി, ഒരു ജയം ഇവരുടെ മേൽ വെളിപ്പെടുന്നതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലത്തെ ജീവിത മേഖലകൾ പരിശുദ്ധാത്മാവേ, ദൈവകൃപ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ ഞങ്ങൾക്ക് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അധികമായി കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, അധികമായി കൃപകളെ അനുഭവിക്കുന്ന, അധികമായി യേശുവിന്റെ സാന്നിധ്യത്തിൽ മാത്രം ജീവിക്കുന്ന, അധികമായി ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പകലായത് തീരട്ടെ. മണിക്കൂറുകൾ അലസമായി കളയുവാനില്ല. കർത്താവിൻ്റെ വേലയിൽ വ്യാപിക്കപ്പെടുവാൻ, ദൈവത്തിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിലും സ്നേഹത്തിലുമായിരിക്കുവാൻ കർത്താവെ അനേക മക്കളെ ഇന്ന് പകൽ സഹായിക്കണമേ. ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി നൽകണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. വാഗ്ദത്തങ്ങൾ ഞങ്ങൾ കേട്ടത് വെറും കേൾവികളല്ല, കെട്ടുകാഴ്ചകളല്ല. ദൈവം അതൊരുക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അത് കാണപ്പെടുവോളം, അത് വെളിപ്പെടുവോളം അതിനുമേൽ ജാഗ്രതയോടുകൂടെ അത് അനുഷ്ഠിക്കുവാൻ, ഹല്ലേലൂയ, അത് വെളിപ്പെടും വരെ അതിനുവേണ്ടി കാത്തിരിക്കുവാൻ നിതാന്ത ജാഗ്രതയോടുകൂടെ കർത്താവ് അരുളി ചെയ്തത് കരങ്ങളിൽ പ്രാപിക്കപ്പെടേണ്ടതിന് ഒരുക്കത്തോടുകൂടി ഇരിക്കുവാൻ ഇന്ന് പകൽ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ കണ്ണുനീരോടുകൂടെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന, എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന സകലർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവരുടെ കുടുംബ ബന്ധങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ കരം നീട്ടുമാറാകണമേ. എല്ലാ കണ്ണുനീരിന്റെ അവസ്ഥകളെ ദൈവം മാറ്റണമേ. കലഹങ്ങൾ മാത്രം വാഴുന്ന കുടുംബാവസ്ഥകളെ ദൈവ സ്നേഹത്തിന്റെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുമാറാകണമേ. കഷ്ടതയുടെ തീക്കാറ്റ് ആഞ്ഞു കയറിയ, അടിച്ചു കയറിയ ഇവരുടെ കുടുംബാന്തത്തിന്റെ അകത്തിലേക്ക് ഈ ദിനങ്ങളിൽ ഒരു സ്നേഹത്തിന്റെ മന്ദമാരുതൻ യേശുവിൻ നാമത്തിൽ ഐക്യപ്പെടട്ടെ. ഒരു സ്നേഹം, ശാന്തത, സമാധാനം, സംയമനം, ആത്മാവിൽ ബലം പ്രാപിക്കുന്ന ഒരു അനുകൂലമായ അവസ്ഥ ക്രിസ്തുവിൽ ഇവർക്ക് പകർന്ന ദൈവം മാനിച്ചുയർത്തുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളെ ഉയർത്തണമേ. കൃപയും നീതിദാനവും സമൃദ്ധിയും പകർന്നതിൻ്റെ മക്കളെ മാനിക്കണമേ. ഇന്നത്തെ ഈ ദിവസം ഏറ്റവും അനുഗ്രഹമാക്കി യേശുവിൻ തീർത്താട്ടെ. മനസ്സ് തുറന്ന് എൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. എൻ്റെ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ LCPC ഫാമിലിയെ കർത്താവെ, അതിലുള്ള ഓരോ കുടുംബാംഗങ്ങളെയും ഒരു തവണയിലും ഒരു ആരാധനയ്ക്ക് വന്നു പോയവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനാ വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിലിരുന്ന് ആരെല്ലാം കർത്താവ് സഭയോടുള്ള ബന്ധത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്നുണ്ടോ അവരെ എല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ മേലൊരു പുതിയ അഭിഷേകം ഇന്ന് പകൽ പകരപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സ്പെഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അറിയും. പ്രാർത്ഥിച്ച് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്ന ഈ ആത്മീയ ആലോചനകളെയും പ്രാർത്ഥനകളെയും നിങ്ങൾ മുറുകെ പിടിക്കുക. ഈ പ്രയർ ഒരു 6-7 തവണയിലും ഇന്ന് കേട്ട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. മിനിമം ഒരു 7 തവണയിലും ഇന്ന് തുടർമാനമായി പ്രാർത്ഥനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. പലരും പറയുന്നുണ്ട്, പാസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നവരറിയണം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു പൈശാചിക ബന്ധനമാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിൻ്റെയും പരിഹാരം പ്രാർത്ഥനയാണ്. എന്നാൽ അത് നമ്മളെ കൊണ്ട് അനുവദിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ആരെക്കാളും അധികം ഫലമുണ്ടാക്കാൻ കഴിയുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ സമ്മതിപ്പിക്കാത്തത്. എന്നാൽ ഒപ്പം ഇരുന്ന് ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അത് വലിയൊരു ബലമാണ് നമുക്ക് പകരുന്നത്. എൻ്റെ ഒപ്പം വന്നിരുന്ന് പ്രാർത്ഥിച്ച് വലിയ പ്രാർത്ഥനാ പോരാളികളായ അനേക മനുഷ്യരുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രസംഗിക്കുന്നതിനേക്കാളും പ്രാർത്ഥിക്കാനാണ് ഇഷ്ടം.
പ്രസംഗിക്കുന്നതിനേക്കാളും ദൈവത്തെ സ്തുതിക്കാനും വർഷിപ്പ് ചെയ്യാനുമാണ് എനിക്ക് താല്പര്യം. എന്നാൽ പ്രഭാഷണം ഇഷ്ടമല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് വലിയ ഇഷ്ടമാണ് കർത്താവിനെ എല്ലാ അർത്ഥത്തിലും ശുശ്രൂഷിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ അനുഭവത്തെക്കാൾ വലുതല്ല നമ്മുടെ ഒരു ശുശ്രൂഷകളും. ദൈവവുമായുള്ള ബന്ധത്തെക്കാൾ വലുതല്ല മറ്റൊന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥനാ അനുഭവത്തിൽ എൻ്റെ കൂടെ ചേർന്നിരുന്ന് നിങ്ങളൊരു 6-7 തവണ ഇന്നത്തെ ദിവസത്തിൻ്റെ പല സമയങ്ങളിലായി ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക, ഈ പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗം എത്തുമ്പോൾ അവിടെ മുതലത് പ്ലേ ചെയ്യുക, ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആ സമയങ്ങളിലെല്ലാം ദൈവശക്തിയെ സ്വീകരിച്ച് വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ ആത്മാവിൽ ആ ദൈവശക്തിയെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ശക്തമായ നിലയിൽ പരിശുദ്ധാത്മ ചലനങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. ഏതാനും സമയങ്ങൾ കഴിയുന്നതോടെ നിങ്ങളുടെ മേലുള്ള ആ തടസ്സം അഴിഞ്ഞു മാറുകയും നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ച് കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇന്ന് ഈ ദൈവിക ദൂത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതിലൂടെ അനേകരുടെ അതിജീവിക്കുന്ന പല തടസ്സങ്ങളെയും ഓവർകം ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അതിന് പ്രാപ്തരാക്കും. നമ്മുടെ ആത്മീക ശുശ്രൂഷ എല്ലാ ഞായറാഴ്ചയും കോട്ടയം IMA ഹാളിലാണ് നടന്നു വരുന്നത്. നിങ്ങളെ ആരാധനയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഫെബ്രുവരി മാസം 2-ാം ശനിയാഴ്ച തൃശ്ശൂർ ഒല്ലൂക്കരയുള്ള ഡോൺ ബോസ്കോ കോളേജിന് സമീപം അശോക ഹാളിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സമയം. തൃശ്ശൂർ ജില്ലയിലുള്ള, എറണാകുളം ജില്ലയിലുള്ള, പാലക്കാടുള്ള എല്ലാവരും അവിടെ എത്തുക. നമുക്ക് ഒരുമിച്ച് ആ ദൈവകൃപ അനുഭവിക്കാം. മാർച്ച് മാസം 2-ാം ശനിയാഴ്ച തിരുവനന്തപുരത്ത് നമ്മുടെ ശുശ്രൂഷ വരുന്നു. സ്ഥലവും മറ്റു കാര്യങ്ങളും പിന്നാലെ ഞാൻ അറിയിക്കാം. തിരുവനന്തപുരമേ, ഒരുങ്ങിയിരിക്കൂ വലിയൊരു ദൈവപ്രവൃത്തിക്കായി. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകൾ ഈ ദിനങ്ങളിൽ കടന്നു വരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദൂത് എന്ന് നിങ്ങളുടെ അരികിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത അധ്യായത്തിൽ കാണും വരെയും അത്യുന്നതമായ ക്രിസ്തുയേശുവിന്റെ കൃപ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.